hat down, cross town, living like a rock star. Spend a lot of money on my brand new guitar. Baby's got a habit, diamond rings and Fendi sports bras. Riding down Rodeo in my Maserati sports car. I can't no more. I got the horses in the back, horse stock is attached. Head is matted black, got the bushes black to match. Riding on a horse, ha, you can whip your Porsche. I been in the valley, you ain't been up off that porch. Now can't nobody tell me nothing. You can't tell me nothing. Can't nobody tell me nothing. You can't tell me. Wait first and submit and send an email. Oh God, I'm sorry sir. It's my mistake. I'm sorry. Oh God, Sanu ഒന്ന് നോക്കി നടക്കണ്ടേ? ഇനിതിപ്പോ പ്രശ്നമാവോ? Sir, I'm sorry. I will be in your shirt. തന്റെ മുഖത്ത് നടോ കണ്ണില്ലേ താൻ എവിടെ നോക്കിയിട്ട് നടക്കുന്നേ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇനി ഇതുപോലെ മറ്റൊരാളുടെ ഷർട്ടിൽ കൊണ്ടേ കോഫി വെച്ചാ അവരെന്നെ പോലെ മിണ്ടാതിരിക്കില്ല. മലയാളിയാണോ? അത് ശരി, ഇത്ര കേട്ടിട്ട് മനസ്സിലായില്ല? സാറിന് ഞാനെങ്ങനെ മലയാളിയെന്ന് മനസ്സിലായേ? അത് താൻ നേരത്തെ മലയാളം പറഞ്ഞപ്പോ മനസ്സിലായി. ഓ തനു, നീ പിന്നെ വിടുത്ത് വിളിച്ച് പറയില്ലേ? താൻ ഷോക്കിലാന്ന് തോന്നുന്നു. താനൊന്ന് വെയിറ്റ്, ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പൊ വരാം. ഓ അയാളപ്പം മലയാളിയാണല്ലേ? ശേ, ഒന്ന് നോക്കി നടന്നാ മതിയായിരുന്നു. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ആ ഡ്രസ്സിന്റെ ക്യാഷ് വാങ്ങാനായിട്ടാണോ? എങ്കിൽ ഞാൻ പെട്ട് എന്റെ കയ്യിൽ ഒരു നക്കാപ്പിച്ച പോയിട്ടില്ല. അവളാണെങ്കിൽ പരിസരത്ത് പോലും കാണാനില്ല. എന്താടോ ഷോക്കിൽ എണീറ്റില്ലേ? അതെ, ഞാൻ തനി മലയാളി തന്നെയാണ്. എന്റെ വർക്കിന്റെ കാര്യത്തിന് ഞാൻ ഇവിടെ സെറ്റിലായിട്ട് ഇപ്പൊ കുറച്ചാകുന്നു. ഓ ഷർട്ട് വേറെ വാങ്ങി തരണോ? ഏയ് ഇറ്റ്സ് ഓക്കേ. ഓ അല്ലെങ്കിൽ ഇപ്പൊ വാങ്ങിത്തരാൻ പറഞ്ഞാൽ ഞാൻ വാങ്ങിത്തരാൻ പോവല്ലേ? എന്തേലും പറഞ്ഞോ? ഞാനോ? അത് കോഫി വേണമെന്ന് പറയില്ലെന്ന് പറഞ്ഞത് ഞാൻ. അല്ലടോ, താനിവിടെ ജോബിന്റെ ആവശ്യത്തിന് വന്നതാണോ അതോ ഈ ഫ്രണ്ട്സ് ചുറ്റിക്കറങ്ങാൻ വന്നതാണോ? അത് എനിക്കിവിടെ ഒരു ജോബിന്റെ സെലക്ഷൻ കിട്ടിയിട്ട് വന്നതാ. ഇവിടുത്തെ ഫേമസ് ഡിസൈനിങ് കമ്പനിയായ ഏജൻസി എന്ന കമ്പനിയുടെ സിഇഒയുടെ പി ആയിട്ടാണ്. അല്ല സാറിന് എന്താ ജോബ്? എടാ സാറിനൊന്നും വിളിക്കണ്ട, ജിമിൻ എന്ന് വിളിച്ചോ. ജിമിൻ പാർക്ക് എന്റെ പേര്. നല്ല ജോബാണല്ലോ. എനിവേ, എന്തായാലും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സെലക്ഷൻ കിട്ടുകയുള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്, ഡു യുവർ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ബൈഡോ, പിന്നെ എന്തെങ്കിലും കാണാം. ബൈ ദ വേ, വാട്ട്സ് യുവർ ഗുഡ് നെയിം? ഓ സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഐ ആം തൻഹ ഷിയോൺ. നൈസ് നെയിം. സോ ബൈ. എന്ത് നല്ല മനുഷ്യൻ. ഇയാളായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. വല്ല സായിപ്പുമാരാണെങ്കിൽ ഞാൻ പെട്ടേനെ. ഇവളിതെവിടെ പോയി? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇനി ഇവളാ വാഷ്റൂം പണിയാനായിട്ട് പോയതാണോ? എടുത്താനോ കിട്ടിയോ? കിട്ടി, നല്ലോണം. നീ ഇത് ഏത് കാട്ടിൽ പോയി കിടക്കടി? എടി, എന്റെ ബോസ് വിളിച്ചായിരുന്നു നാളത്തെ വർക്കിനെ കുറിച്ച് പറയാൻ. അല്ല, എന്റെ സാധനം എവിടെ? അതെ, എന്റെ സാധനം ചെറുതായിട്ടൊന്ന് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്ന്. ആർക്കടി നീ കൊടുത്തേ? കുറച്ചും കൂടെ നേരത്തെ വന്ന ഒരാളെ പരിചയപ്പെടായിരുന്നു. പരിചയപ്പെടാനോ? ആരെ? എന്തുകൂടി ഇത്? അയാളായതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ വല്ല ആളാണെങ്കിലേ നിന്റെ കാര്യത്തിലായിരിക്കും, അല്ലല്ല എന്റെ കാര്യത്തിലായിരിക്കും തീരുമാനമാവുക. ആകെ നക്കാപ്പിച്ച പൈസയുള്ള അക്കൗണ്ടിനകത്ത് ശമ്പളം കിട്ടാൻ ഇനി 2 ആഴ്ച ബാക്കി കിടക്ക്. വാ, വല്ലതും കഴിക്കാൻ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ഷോപ്പ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുന്നേ വീട്ടിൽ കയറാൻ. ആഴ്ചയിലാകെ കിട്ടുന്ന ലീവാ. അതാണെങ്കിലോ നാളത്തെ വർക്കിനുള്ള പേപ്പേഴ്സ് തയ്യാറാക്കേണ്ട ഓട്ടത്തിലായി. Ladies and gentlemen, welcome to Judo Award Fest. Here I'm going to announce the best designing group of 2025. ഇത്തവണത്തെ അവാർഡ് എങ്ങനെ സ്വന്തമാക്കി പറ്റൂ? നൈസ് ഡ്രീം. അതുപോലെ നീ ആരടാ? ഞാനൊരു വഴിപോക്കൻ. ഇതുവഴി പോയപ്പോ നിങ്ങളുടെ സംസാരം കേട്ടപ്പോ ഞാനൊന്ന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. എന്നാ നീ കണ്ടു വേണമെങ്കിൽ. So the award goes to ഈ പ്രാവശ്യം അത് നമുക്ക് തന്നെയായിരിക്കും. Edges in the industry. ഓ ഷിറ്റ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. യു ഏതടവൻ? ആരെന്നറിയില്ല. എന്തായാലും ആചയുടെ ആരെങ്കിലും ആയിരിക്കും. I'm kindly inviting the CEO of Zinda Group, Mr. Ajay Zinda Ghosh.
Good evening, everyone. As usual, you all know me, but once again, I introduce myself. I am Ajay Zindakosh, the CEO of Ages in the Group. You all know this is my 5th award in this industry. It's all because of your support and my hard work and sincerity, and also my best friends' support too. So that's why I deserve this award. So thank you, everyone, for supporting our effort. So one question. Why don't you reveal your best friend? Soon I reveal them. Thank you. അജയ് ഇവിടെയും നീ ഞങ്ങളെ പൊക്കിയല്ലോ. എന്തേ ഇപ്പൊ ഇങ്ങോട്ട്? ഉഫ്, ഒന്ന് മസിൽ വിട്ട് സംസാരിക്കടാ. എന്തിനാന്ന് നിനക്ക് അറിയില്ലല്ലോ ഏട്ടാ. വാ, എനിക്ക് കുറച്ച് പറഞ്ഞതിന് കാര്യം പറയാണ്ട്. Oh my god. Anybody please help me. Gigi, എന്ത് പറ്റി? Sister, are you okay? It's delivery pain. Sister, please sit here. I'll call taxi. ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ലല്ലോ. എവിടെ പോയി തപ്പാനാ? ഒരു കാർ വരുന്നുണ്ട്. Hey, stop, please stop. Hey girl, can't you see it's a road? What are you doing? Sir, can you please give a lift? Sorry, I can't. Our boss has an urgent meeting, so please move away. Sir, please, it's an emergency. Oh shit, അങ്ങേരുടെ ഒരു അർജന്റ്. ഈശ്വര. You bloody idiot. Don't you know what you did? Huh? Yes, I know. It's because you deserve it. What did you say? How dare you to speak in front of me? Hey, you man, please shut up. I just asked you to leave for an emergency. Stop it. I don't want to hear your explanations. ആരെങ്കിലും തന്നെ പറ്റുള്ള ആൾക്കാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. You Sir, we are getting late. Hey, taxi. എന്താടി ലേറ്റ് ആയത്? അതൊരു വലിയ കഥയാ. സാരില്ല, ചുരുക്കി പറയട്ടെ നീ. ഏതടി അഹങ്കാരി, മനസാക്ഷിയില്ലാത്ത ജന്തു. എൻ്റെ കയ്യിൽ വല്ലതും കിട്ടണമായിരുന്നു, അങ്ങനെ ഞാൻ ഉപ്പവെള്ളം കുടിപ്പിച്ചാനെ. അത് വിട്, എനിക്ക് വിശക്കുന്ന വല്ലതുണ്ടോടെ കഴിക്കാൻ. അത് ഇന്നും ബ്രെഡ് തന്നെയാണോ? അല്ല, ഇന്നൊരു ചെഞ്ചിന് ഞാൻ കപ്പ് നൂഡിൽസ് ആക്കിയിട്ടുണ്ട്. നമിക്കണം മോളെ നിന്നെ. വെയിറ്റ്, ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് മതി ഫുഡ് കഴിക്കുന്നത്. ചേടാ, ഇതെൻ്റെ അമ്മേനെ കേട്ട് ഇഷ്ടമാണല്ലോ. ഇനി മുതലേ ഞാനതെൻ്റെ അമ്മയും ചേച്ചിയും ഫ്രണ്ടും എല്ലാം. ആദ്യം മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ഓ ശരി എൻ്റെ അമ്മേ. അതെ, സോപ്പിട്ട് തേച്ചൊടിച്ചിട്ട് വരണേ, അല്ലാതെ വെള്ളം കോരി വെച്ചിട്ട് വന്നാലേ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും. ഓ ശരി മേഡം. ഒന്ന് മെല്ലെ തിന്നു തന്നോ, നിന്റെ ഫുഡ് ആരും എടുത്തോണ്ട് പോവില്ല. പിന്നെ ഏത് ഗതി കിട്ടവനാടേ ഈ ഫുഡ് എടുത്തോണ്ട് പോവുക? ഇത് എടുത്തോണ്ട് പോകുന്നതിൻ്റെ അവസ്ഥയാണ്. ഞാൻ പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തോണ്ട് കഴിക്കുക. ഓ എടി, ഇന്റർനെറ്റിലെ ന്യൂസ് കണ്ടോ? ഇത്തവണത്തെ അവാർഡും സിന്ത കമ്പനി എന്നെ കൊണ്ടുപോയത്. വാവ് എടി, നിന്റെ ബോസ് എന്താണ് ഹാൻഡ്സ് ആടി. എവിടെ നോക്കട്ടെ, ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ബെസ്റ്റ് എന്നാ എൻ്റെ പൊന്നോളെ, നാളെയല്ലേ ജോലി ചെയ്യുന്നത്, അപ്പം കണ്ടാൽ മതി. ഫസ്റ്റ് ഇംപ്രഷൻ എന്തെങ്കിലും ഇപ്പോഴേ കളയണ്ടല്ലോ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഡി, ഫോണിൽ കളിച്ചിരിക്കാതെ നേരത്തെ പോയി കണ്ടു. നാളെ പോകാനല്ലേ എനിക്ക്. എടി, ഞാൻ കളിച്ചല്ലേടി, അമ്മേനൊന്ന് വിളിച്ചതാ, പക്ഷെ അമ്മ ഫോൺ എടുക്കുന്നില്ല, പല തിരക്കിലും ഇരിക്കും. വിളിക്കുന്നുണ്ട്. ഹലോ അമ്മ. മോളെ, എങ്ങനെയുണ്ട് അവിടെയൊക്കെ? പ്രശ്നമൊന്നുമില്ലല്ലോ? എന്താ അമ്മ, ജ്യോതിലെടുത്ത് പ്രശ്നം ഉണ്ടാവുമോ? ഡി കുരുപ്പേ, അവിടെ എന്താ രണ്ടുപേരും വഴക്കുണ്ടാക്കാണോ? അല്ല അമ്മ, ഞാൻ വെറുതെ പറഞ്ഞേ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാ? അച്ഛനും കണ്ണനൊക്കെ എന്ത് പറയുന്നത്? ഞാൻ കഴിച്ച്. കണ്ണൻ അവിടെ ഫോണും തോന്നിയിരിക്കുന്നുണ്ട്. അച്ഛൻ പിന്നെ നിന്നെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നീയല്ലേ പോയത്, പിന്നെ എങ്ങനെ പറയാതിരിക്കും? അമ്മ, യു ഡോണ്ട് വറി, ഞാനെല്ലാം ശരിയാക്കും. നീയല്ലേ ശരിയാക്കുമെന്ന് പറഞ്ഞ അവസരം കിട്ടിയ ജോബ് കൊണ്ടേ കളയണ്ട. അമ്മ, അതിന് എനിക്ക് ജോബ് കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ഇന്റർവ്യൂ കൂടെ എങ്ങനെയെങ്കിലും പാസ്സാവണം, എങ്കിലേ ജോബ് ഉറപ്പാക്കാൻ പറ്റും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പറയുന്നത് നല്ല ജോബ് അതൊന്ന്, അവിടെ കിട്ടാൻ കുറച്ച് പണിയാന്നാ പറയുന്നത്. എൻ്റെ മോക്കത് കിട്ടിയത് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണോ എല്ലാവരും പറയുന്നത്? അല്ല, ജ്യോതി എവിടെ? അവളെ കണ്ടില്ലല്ലോ ഇങ്ങോട്ട്, ഒന്ന് നമുക്ക് കൊടുക്ക്. ഹലോ ആൻറ്റി. മോളെ, നീ ഒന്ന് അവളെ ശ്രദ്ധിച്ചേക്കണേ. നീ ഉള്ള ധൈര്യത്തിലാണ് ഞാൻ അങ്ങോട്ടേക്ക് വിട്ടത്. പൊടുത്ത് പിന്നെ എല്ലാ പ്രശ്നങ്ങളും ചെന്ന് ചാടും. വെറുതെ പോകുന്ന പ്രശ്നങ്ങൾ വരെ കസാര ഇട്ട് കൊടുത്ത് വിളിച്ചു വരുത്തുന്ന ആളാ. നീ ഒന്ന് അവളെ ശ്രദ്ധിച്ചേക്കണേ. ആൻറ്റി, ഞാൻ ശ്രദ്ധിച്ചോളാം.
ശരി എന്നാ ഞാൻ വെക്കാം മക്കളെ. ഇപ്പഴേ ഒരു സമാധാനമായി. സമാധാനിച്ചോ, നേരത്തെ കാണിച്ചു വിട്ടു ഞാൻ പറയാനിട്ട, അല്ലെങ്കിൽ കിട്ടിയാൻ കണക്കിന്. എനിക്കറിയാം നീ എന്ത് പറയുന്നില്ല, നീ എന്റെ പൊന്നല്ലേ ജ്യോതി. പോയി കിടക്ക്. എടുത്താനോ എഴുന്നേക്കടി, എത്ര നേരം കിടക്കുന്നേ? നിനക്കല്ല നേരത്തെ ഓഫീസിൽ കയറണ്ടേ? സമയത്രേ 8:15. ഈശ്വര, ഞാൻ ഇനി എപ്പോഴെത്താനാ? പെട്ടെന്ന് അടിക്കാന്നാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനങ്ങ് പോകട്ടോ. ആടി ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു 15 മിനിറ്റ്. എന്നെ കൊണ്ടത് പോവല്ലേ, എനിക്ക് വഴിയറിയില്ല. ഇതെന്തോ ഓഫീസോ അതോ കൊട്ടാരോ? സംശയിക്കണ്ട, ഇത് നിന്റെ ഓഫീസ് തന്നെയാ. റെഡി, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഈ കാർ കണ്ടിട്ട് നല്ല പരിചയമുള്ള പോലെ. എവിടെ വെച്ച് കണ്ടേ? എക്സ്ക്യൂസ് മീ. Yes, you are excused. Hi, what do you need? Can you show me the CSR cabin? മലയാളിയാണല്ലേ? എങ്ങനെ മനസ്സിലായി? അതാ ഇംഗ്ലീഷ് കേട്ടപ്പോൾ മനസ്സിലായി. ബൈ ദ വേ, മൈ നെയിം ഈസ് ലൂക്ക കെ. തനിക്കെന്നെ എന്ത് വേണേലും വിളിക്കാം. What's your good name? തൻഹ ഷിയോൺ. ഡാ കാക്കി, എന്താടാ അവിടെ? ഓ, നശിപ്പിച്ച്. ഇതാരടാ ഒരു പുതിയ വ്യക്തി? ഇത് തൻഹ. ആയിക്കോട്ടെ, എന്താ കുട്ടി തനിക്ക് വേണ്ടേ? അത് ഇവിടെ എല്ലാവരും മലയാളികളാണോ? ഏയ് അല്ലടോ, ഞങ്ങൾ കുറച്ച് മലയാളികൾ മാത്രമേ ഉള്ളൂ. അത് നന്നായി, ചോദിക്കാനും പറയാനൊക്കെ ആളായല്ലോ. പിന്നെ ഈ CSRന്റെ ക്യാബിൻ എവിടെയാ? ഓ, താൻ CSRനെ കാണാൻ വന്നാണോ? പെർമിഷൻ ഉണ്ടോ? അത് ഞാൻ CSRന്റെ PA ആയിട്ട് സെലക്ട് ആയിട്ട് വന്നതാ. കർത്താവേ, ഓടുന്ന ട്രെയിനിനാണോ തല വെച്ച് കൊടുത്തത്? ഇനി എന്റെ ജോലി പോകുമോ? കിട്ടി, എന്റെ വയനെന്ന് അറിയാതെ വല്ല അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഒന്നും വേണ്ടാതെക്കടാ. ഓ, അപ്പൊ ഞാൻ പുതിയ PA ആണല്ലേ? നെക്സ്റ്റ് മീറ്റ്. ഞാൻ സാറ വിതാൽ. ഞങ്ങൾ രണ്ടുപേരും സാറിന്റെ അസിസ്റ്റന്റ് കോവർക്കേഴ്സാ. പിന്നെ ഈ കാക്കേനെ നേരത്തെ പരിചയപ്പെട്ടില്ലേ? കാക്കയോ? അതെന്താ അങ്ങനെ? അത് പിന്നെ ഈ ലൂക്കാക്കേന്റെ കായും കേയും എടുത്തത്, അപ്പൊ കാക്കി. നല്ല പേര്. അടാ, അതാണോ സാറിന്റെ ക്യാബിൻ? താൻ ചെന്നോളൂ. താങ്ക്സ് ഡാ, എന്നാ ശരി, ഓൾ ദ ബെസ്റ്റ്. പാവം കുട്ടി, അതിനറിയില്ലല്ലോ രാക്ഷസന്റെ വയലിലേക്ക് ചെന്ന് കയറുന്നതെന്ന്. ഓ, ഒന്നും മിണ്ടാതിരിക്കടാ, അതൊരു ജോലിക്ക് വന്നല്ലേ. അല്ല കാക്കി, നീ നിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? ഇന്ന് ഈവനിങ് അല്ലേ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അയ്യോ, ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വയലിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. ഇങ്ങോട്ട് മാറുന്നേ, സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. സർ, മേ ഐ കം ഇൻ? യെസ്, കമ്മിങ്.